ആരോടോ ഇയാൾ? ഇവിടെ എന്താ കാര്യം? പവിത്ര, മാധവേട്ടൻ വന്നത് എന്നെ കാണാനോ? അത് ശരി, ഈ വീട് ഒരു കൂട്ടുകുടുംബമാ. ഒരാളുടെ ഇഷ്ടം മാത്രം നടക്കില്ല. എന്തുകൊണ്ട്? എന്നെ കാണാൻ വന്നത് തെറ്റാണോ? അതെ, ഈ വീട്ടിൽ ആരുടെ അടിച്ചാട്ട് നടക്കില്ല. നടക്കണം പുറത്ത്. ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളും വീടിന് ചീത്ത പേരുണ്ടാക്കാൻ. രണ്ട് പുറത്ത് പിടിച്ചേട്ടാ. കുഞ്ഞി എന്തായി പറയുന്നത്? അരുത്, ഒന്നും ചെയ്യരുത്. നടക്കണം പുറത്ത്. അരുത്, ഒന്നും ചെയ്യരുത്. മാധവേട്ടൻ പോ, ഞാൻ വിളിക്കാം. എന്നെ വിളിക്കണം, ഞാൻ വഴി കണ്ടെത്തിയിട്ടുണ്ട്. കരുത്തിനെന്റെ ലാൽസലാം, ചക്കിടിപ്പിരമ്പിടുന്ന ലാൽസലാം. സോന, നീ പടിയിറങ്ങി പോകുമ്പോൾ ഏറെ വേദനിച്ചിരുന്നു മനസ്സ്. ആര് വരാൻ,
ആർക്കാ അതിനിപ്പോൾ സമയം? എല്ലാവരും പല വഴിക്ക്. ഓർക്കുന്നവരും ഓർക്കാത്തവരും ഒക്കെയുണ്ട്, നന്ദിയുള്ളവർ. ഞാനെല്ലാം ഓർക്കുന്നുണ്ട്. മാഷിനിങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാലം. മാഷ് എഴുതിയ സ്വർഗവീണകൾ പാടുന്നു, ചരിത്രം തുടങ്ങിയ എല്ലാ നാടകങ്ങളും എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതൊക്കെ ഒരു കാലം. പക്ഷേ ശശാങ്കൻ എല്ലാം ഓർക്കുന്നുണ്ടല്ലോ. ഞാനെല്ലാം മറന്നു. കഥാപാത്രങ്ങളൊക്കെയും മനസ്സിലുണ്ട്. എന്നാൽ ഒരു ഡയലോഗ് പോലും ഓർമ്മയില്ലതാനും. ആരും വരാറില്ല, വിശേഷങ്ങളൊന്നും തിരക്കാറുമില്ല. അന്ന് ഇവിടെ നിന്നും പോയൊരു പോക്ക. കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ ശ്വാസം വിടാനും ബുദ്ധിമുട്ട്. അയ്യോ മാഷേ, എന്തു പറ്റി? ഒന്നുമില്ല, ജലദോഷത്തിൻ്റെതാവാം. നമുക്കടുത്തുള്ള ആശുപത്രി വരെ പോകാം. എന്നാ ഞാനിപ്പോ വണ്ടി വിളിക്കാം മാഷേ. മാഷേ എഴുന്നേൽക്ക്. അകത്ത് നിന്ന് ആൾ പോയി. ഇനി നമ്മളാ കയറേണ്ടത്. മാഷേ എഴുന്നേൽക്ക്. മാഷേ. വിരോധങ്ങളെല്ലാം ഉപേക്ഷിച്ച് അമ്മയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരാമായിരുന്നു. ശരിയാ, വെറും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടാത്ത വഴക്കിട്ട് അമ്മ പിണങ്ങി അകന്നു നിന്നു. അപ്പോഴും അച്ഛൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അച്ഛനിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ അമ്മ തന്നെയാണ് ശ്രമിച്ചത്. അച്ഛനെ വെറുക്കാൻ മാത്രം എന്തുമാത്രം കല്ലുവെച്ച നുണകളാ അമ്മ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മക്കളെ, പൊന്നുമക്കളെ, നിങ്ങളെ ഒന്ന് കാണാൻ കണ്ണുകൾ ഒത്തിരി കൊതിക്കുന്നു. അച്ഛൻ്റെ 2 മക്കൾക്കും ജിത്തുമോനും ജാനിക്കുട്ടിക്കും സുഖമാണോ? പിന്നെ അച്ഛൻ്റെ അല്ല, മക്കളുടെ അമ്മയ്ക്ക് എന്താ വിശേഷം? അച്ഛൻ്റെ മക്കൾക്ക് അച്ഛനാകെക്കൂടിയുള്ള സമ്പാദ്യം ഈ കാണുന്ന വീടും ഈ വീട് നിൽക്കുന്ന ഭൂമിയുമാണ്. അത് നിങ്ങൾക്കുള്ളതാ. അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ ഈ മേശവലിപ്പിനുള്ളിൽ ഭൂമിയുടെ ആധാരം ഇരിപ്പുണ്ട്, എടുത്തുകൊള്ളുക. നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ എന്തും ചെയ്യാം. അമ്മയോട് പറയണം അച്ഛന് ദേഷ്യമില്ലായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അച്ഛയുടെ അനിക്കുട്ടി, അല്ല അനത തന്നെയാവണം അച്ഛയുടെ പെണ്ണ്. എല്ലാത്തിനും ഞാനിവളെ കരയാതെ. ചേട്ടാ, എങ്ങനെ സഹിക്കാനാവും? അമ്മയോട് വഴക്കിട്ട് വന്നതുകൊണ്ടല്ലേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും മുമ്പ് അച്ഛനെ നമുക്കൊന്ന് കാണാൻ പറ്റിയത്. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ രൂപം ഒന്ന് കാണാൻ പറ്റി. ഇത് നിങ്ങളുടെ വീടാ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണം. ഇത് ഞങ്ങളുടെ വീടല്ല, ഇത് അനാഥരുടെ വീടാണ്. അമ്മ കാരണം ഞങ്ങൾ പോലുമില്ലാതെ ഒരു അനാഥനെ പോലെയാണ് അച്ഛൻ ഇവിടെ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈ വീടും പുരയിടവും അനാഥർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. ഇടയ്ക്കിടെ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാനുള്ള അവകാശവും ഞങ്ങൾ എഴുതി വെക്കും. അച്ഛൻ്റെ സ്വപ്നം ഉറങ്ങുന്ന ഈ വീട്ടിൽ അനാഥർക്കൊപ്പവും അച്ഛൻ്റെ ആത്മാവിനൊപ്പവും ഇടയ്ക്കിടെ ഞങ്ങൾ വന്ന് താമസിക്കും. ശരി.